ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മീനൂസിയസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ട്രിവാൻഡ്രംകാരുടെ മാറ്റൂസ് കേക്ക് നമുക്ക് വീട്ടിലുണ്ടാക്കിയാലോ. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമായിട്ടുള്ള ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനലിലെ വീഡിയോസ് കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ടിന് വീഡിയോയിലേക്ക് പോകാം. ഇത് വളരെ ഒരു ചെറിയൊരു കേക്ക് നമ്മൾ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു അര കപ്പ് മൈദയും 1/4 കപ്പ് നമ്മുടെ കൊക്കോ പൗഡറും പിന്നെ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ സോൾട്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കൊക്കോ പൗഡർ ചേർക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഫ്രഷ് കൊക്കോ പൗഡറാണെങ്കിൽ നമ്മൾ അരിക്കേണ്ട ആവശ്യമില്ല. ഫ്രഷ് എല്ലാം നമ്മളത് വീട്ടിലിരുന്ന് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് അരിച്ച ശേഷം ചേർക്കേണ്ടത് എപ്പോഴും നല്ലതാണ്. കാരണം കൊക്കോ പൗഡർ പെട്ടെന്ന് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. അപ്പോൾ ഒരു മുട്ടയും പിന്നെ കുറച്ച് വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ബീറ്റ് ചെയ്ത് അതിൻ്റെ കളറൊന്ന് മാറ്റിയെടുക്കണം. ഒരു ലൈറ്റ് കളറായിട്ട്, അപ്പോൾ നമുക്കൊരു യെല്ലോ കളറായിരിക്കുമല്ലോ മുട്ടയ്ക്ക്, അതൊരു ലൈറ്റ് കളർ ആവുന്നവരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1/4 കപ്പോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഓയിൽ എടുത്തിരിക്കുന്ന കപ്പ് നമ്മൾ നേരത്തെ കൊക്കോ പൗഡർ അളന്നെടുത്ത കപ്പായതുകൊണ്ടാണ് ആ ഒരു ബ്ലാക്ക് കളറിൽ ഇരിക്കുന്നത് കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് നേരം ബീറ്റ് ചെയ്ത് ഒരു ഓവർ ബീറ്റിംഗ് ആക്കരുത്. ഒരു 1-2 സെക്കൻഡ്സ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ആക്കിയെടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/2 കപ്പ് ഷുഗറാണ്. അപ്പോൾ ഷുഗർ നന്നായിട്ടൊന്ന് പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഷുഗറോടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശെ ഇട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. അതിൽ നമുക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ ഷുഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള കൂടെ കുറേശ്ശെ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടിച്ച ഷുഗർ ചേർക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ നല്ല എളുപ്പമാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന കൊക്കോ പൗഡറും മൈദയൊക്കെ മിക്സ് ചെയ്ത് വെച്ചില്ലായിരുന്നു, ആ ഒരു മിക്സ് നമുക്കിതിലേക്ക് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ഇതോടൊപ്പം തന്നെ നമുക്ക് ഒരു 1/2 കപ്പോളം ചൂട് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാലാദ്യം തിളപ്പിച്ച ശേഷം കുറച്ച് ചൂടൊന്ന് ഇളം ആവുമല്ലോ, അപ്പോൾ നമുക്കിതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതോടൊപ്പം തന്നെ ആ കൊക്കോ പൗഡർ മിക്സും കൂടെ ഓൾട്ടർനേറ്റീവായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് മിക്സ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മിക്സായി നല്ലൊരു മണവും നല്ലൊരു കളറും ഒക്കെ വരും പെട്ടെന്ന് മിക്സായിട്ട്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ എല്ലാം കൂടെ അറ്റ് എ ടൈം ചേർക്കുകയാണെങ്കിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനും ഭയങ്കര ടൈം എടുക്കും. അപ്പോൾ തന്നെ നമ്മുടെ കൈയൊക്കെ ഒന്ന് ഇതാവും, മിക്സ് ചെയ്തെടുക്കുമ്പം കട്ട പിടിച്ച പോലെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇനി ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതേ സമയത്ത് നമുക്കൊരു കേക്ക് ടിന്നിലേക്ക് 5 ഇഞ്ചോ 6 ഇഞ്ചോ എടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് ഗ്രീസ് ചെയ്ത ശേഷം ജസ്റ്റ് കുറച്ച് പൊടിയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത ശേഷം എയർ ബബിൾസ് എല്ലാം കളഞ്ഞ് ഒരു 25 മിനിറ്റ് മുതൽ 35 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 180 ഡിഗ്രിയിലാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഐസിങ് ശരിയാക്കാം കേട്ടോ. അപ്പോൾ ഐസിങ് ബട്ടർ ഐസിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി 1/4 കപ്പോളം ഷുഗർ നമ്മൾ നേരത്തെ പൊടിച്ച ആ ഒരു മിക്സർ ജാറിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇത് പൊടിച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇതെന്തിനാണ് നന്നായി പൊടിച്ച് കിട്ടാനും ഇങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ ഐസിങ് ഷുഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഐസിങ് ഷുഗർ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ഷുഗർ നന്നായിട്ട് ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും. നമുക്കിതിലേക്ക് വേണ്ട ബട്ടറാണ്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കാം. അപ്പോൾ ഞാൻ 50 ഗ്രാം ബട്ടറാണ് നമുക്കിതിലേക്ക് വേണ്ടത്. 50 ഗ്രാം ബട്ടറും നമുക്കിവിടെ എടുത്ത് വയ്ക്കാം.
അത് ഒന്ന് ബീറ്റ് ചെയ്ത ശേഷമാണ് നമ്മളിതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ബീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തിരി വാനില എസൻസും ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറും കേട്ടോ, ചെറിയൊരു വൈറ്റിഷ് യെല്ലോ കളറായിട്ട് ഇങ്ങനെ മാറും. എന്നിട്ടാണ് ഇതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കേണ്ടത്. ഷുഗർ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര കണ്ടോ കുറേശ്ശെ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ഈ ഐസിങ് ഷുഗറൊക്കെ ചേർത്ത് വരുമ്പം ഇതിൻ്റെ ഒരു കളർ നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. $25 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചൂടാറിയ ശേഷം നമുക്ക് ഈ ഒരു ഐസിങ് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടോ കേക്ക് നല്ല സോഫ്റ്റാണ്. ഇനി നമുക്ക് ഈ ഒരു കേക്ക് നമുക്ക് മറിച്ചിട്ട ശേഷം ഇതിൻ്റെ മുകളിൽ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ച് ഈ ഒരു ബട്ടർ ഇതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഈ ബട്ടർ കഴിക്കാൻ. നിങ്ങൾ എന്തായാലും ഒരു കേക്ക് ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പക്ഷേ നല്ല ഈ കേക്കും ഈ ഒരു ബട്ടറും ഈ ബട്ടർ ഐസിങ് ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ബട്ടർ ഐസിങ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കാനുള്ള ടേസ്റ്റാണ് നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കാൻ. അപ്പോൾ ഇതിൻ്റെ ഷുഗറിൻ്റെ ഒക്കെ ഒരു അളവൊന്ന് നിങ്ങളൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. ഈ ഒരു മെത്തേഡിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം. ഈ ബട്ടർ ഇപ്പം നമ്മൾ ചെയ്തേക്കുന്നത് വാനില ബട്ടർ ഐസിങ് ആണ്. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കൊക്കോ പൗഡറൊക്കെ ചേർത്ത് മീൻസ് ചോക്ലേറ്റ് ഐസിങ് ആക്കാം. പക്ഷേ നമുക്കിവിടെ ഈ ഒരു നമ്മൾ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വാനില ബട്ടർ ഐസിങ് ആണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യാൻ വിചാരിച്ചേട്ടോ. ഈ ട്രിവാൻഡ്രത്തൊക്കെ നമ്മൾ മാത്തൂസ് കേക്ക് നല്ലൊരു കേക്ക് കിട്ടും. ആ കേക്കിൻ്റെ ഒരു ഫ്ലേവറും ഒരു ടേസ്റ്റുമാണ് നമ്മൾ ഈ ഒരു കേക്ക് കഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ പേഴ്സണലി ആ കേക്കൊക്കെ ഇഷ്ടമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് സ്പ്രിങ്കിൾസോ അല്ലെങ്കിൽ കുറച്ച് ചോക്ലേറ്റോ അല്ലെങ്കിൽ നമുക്ക് ചെറിയോ ഒക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ചോക്ലേറ്റ് ഇരിപ്പുണ്ട്, അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ മുകളിൽ നിന്ന് വയ്ക്കുവാണേ. ജെംസ് ഉണ്ടെങ്കിൽ ജെംസൊക്കെ വെക്കാം. നല്ല സോഫ്റ്റാണ്. നമ്മൾ ഇതിനകത്ത് വാട്ടറൊന്നും സ്പ്രെഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് കേക്ക് ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ ജസ്റ്റ് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. കേക്ക് മുറിക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയി കാണാം. ബൈ.